ദുർബലനായ മനുഷ്യൻ എന്നൊക്കെ ചില ആളുകൾ വളരെയധികം വൈകാരികമായി കസ്തല്ലാനി ഇമാം വെറുതെ പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആനിൽ, ഇസ്ലാമിൽ നമുക്കറിയാം ഖുർആൻ എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട്, അതുപോലെ തന്നെ ഹദീസ് എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട്, അതുപോലെ ഖിയാസ് എന്ന് പറയുന്ന വേറൊരു പ്രമാണമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണ്? അത് ഖുർആൻ ഇറങ്ങി എന്നാണ്. 3 കാരണം പറയുന്നത്. അതിന്റെ കാരണം ഞാൻ ചുരുക്കി മലയാളത്തിൽ പറയാം, ആവശ്യമുണ്ടെങ്കിൽ അറബി വായിക്കാം. അത് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നാണ്. ഖുർആൻ എന്നാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാതെ അതിനു മുമ്പുണ്ടല്ലോ, വഹിയന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വഹി ഇറങ്ങി എന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഗ്രന്ഥം ഇറങ്ങി എന്നതാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന്റെ പ്രത്യേകതയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ഒരു ഗ്രന്ഥം ഇറങ്ങി എന്ന രാത്രിക്കുള്ള പ്രത്യേകത ആയിരിക്കുമോ, അത് നബി തങ്ങൾ തന്നെ ഇറങ്ങിയ ആ രാത്രി ആയിരിക്കും ഏറ്റവും ശ്രേഷ്ഠത? അപ്പോ ലൈലത്തുൽ ഖദറിന് ആ ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയ രാത്രിക്കു തന്നെ 1000 രാത്രിയേക്കാൾ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടെങ്കിൽ, അങ്ങനെ ഖുർആൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ ഖുർആൻ തന്നെ സിദ്ധമാകുന്ന ഒന്നാണ് ബിൽ ഔല മനസ്സിലാകുക എന്നാണ് അതിന് മൂലന്മാര് പറയാ. മനസ്സിലാകുന്ന ഒന്നാണ് എന്ത്? ആ നബി ഇറങ്ങിയ രാത്രിയാണ് ആ നബിക്ക് ഇറങ്ങിയ ഗ്രന്ഥം ഇറങ്ങിയ രാത്രിയേക്കാൾ ശ്രേഷ്ഠമായത് എന്ന് ആ ഖിയാസാക്കാൻ അർഹതയുള്ള മഹാനായ ഇമാം കസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മഹാനായ കസ്തല്ലാനി ഇമാമിന്റെ ഒരു വീക്ഷണം എന്ന നിലക്ക് അത് പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിന് എന്ത് പ്രശ്നമുള്ളത്? രണ്ടാമത്തെ ഒരു കാര്യം ബഹുമാനപ്പെട്ട കസ്തല്ലാനി ഇമാം പറയാ, പിന്നെ അതിലൊരു പ്രത്യേകത എന്താ? തനസ്സലുൽ മലായികത്തൂന, മലക്കുകൾ ഇറങ്ങുന്നുണ്ട് എന്നാണ്. ലൈലത്തുൽ ഖദറിന് പ്രത്യേകം മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ രാത്രിയുടെ പ്രത്യേകത എന്താ? അള്ളാന്റെ റസൂൽ ഇറങ്ങി എന്നുള്ളതാണ്. റസൂലുള്ളാഹി ഖൈറുൽ ഖൽഖി അലൽ ഇത്ലാഖ് അല്ലേ, മലക്കുകളെക്കാൾ ശ്രേഷ്ഠയല്ലേ റസൂലുള്ളാഹി. ഇപ്പൊ റസൂലുള്ളാഹി ഇറങ്ങുന്ന ദിവസമാണോ, ഇറങ്ങിയ ദിവസമാണോ? അതല്ല, മലക്കുകൾ ഇറങ്ങിയ ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? ഇങ്ങനെ വേറൊരു പ്രത്യേകത ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത, അത് ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു തആല നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആദരവാണ് എന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി പ്രസവിച്ച രാത്രിയോ അത് ലോകത്തിന് റഹ്മത്തുൽ ലിൽ ആലമീനാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാഹ് പറഞ്ഞതാണ്. അപ്പൊ ഖുർആൻ കൊണ്ടാ തെളിവ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് തങ്ങളുടെ വരവ്. ഖുർആന്റെ വരവോ അത് ഉമ്മത്ത് മുഹമ്മദിന് മാത്രമാണ് അനുഗ്രഹം. കാരണം അതിന് മുമ്പുള്ളവർക്ക് ഖുർആൻ കൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്താ പറഞ്ഞത്? റഹ്മത്തുൽ ലിൽ ആലമീൻ. ഈ 3 തെളിവുകൾ വെറുതെ പടായി പറഞ്ഞല്ല. ഈ 3 തെളിവുകൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഒരു വീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വീക്ഷണം കസ്തല്ലാനി ഇമാം പറഞ്ഞതായി പറയുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? അതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ യാതൊന്നുമല്ല. അത് ഖുർആൻ അറിയുന്നത് കൊണ്ട് പറഞ്ഞതാണ്, ഹദീസ് അറിയുന്നത് കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളെ മൗലവിമാരിങ്ങനെ പറഞ്ഞ് മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളാണ്. അവർക്ക് ഇതൊക്കെയാണെന്ന് പറഞ്ഞ ഒരു പ്രജുഡീസ് എന്ന് പറയുന്ന ഒരു മുൻവിധി നിങ്ങളിൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം, അത് ഈമാൻ കൊണ്ടതിന് ശേഷം ഈ പറയുന്നതൊക്കെയോ അങ്ങനെ ആയിരിക്കുന്നു. ഇവർക്കൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? എത്രയോ കാലം മുമ്പ് ജീവിച്ച ആളുകളല്ലേ, അവർക്ക് എത്രയോ ഹദീസുകൾ പഠിച്ച ആളുകളല്ലേ. ഇങ്ങനൊക്കെ പഠിച്ചിട്ട് അവർക്ക് ഖുർആനെതിരെ പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മളൊരു ഒരു അന്വേഷണ ബുദ്ധിയ കൃഷ്ണ ഈ വിഷയങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ വിഷയങ്ങളൊക്കെ സുതാര്യമായി മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹുവിന്റെ റസൂല് ഓരോ കാര്യങ്ങളും മുസ്ലിമിനെ പഠിപ്പിച്ചു. ഇങ്ങനെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല, ഇതെല്ലാം പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്തിന്റെ ഇതും വെച്ചിട്ട് ഈ ലൈലത്തുൽ ഖദർ വിശദീകരിക്കുന്ന സമയത്ത് ഇത് മാത്രം അള്ളാന്റെ റസൂൽ പറയാൻ മറന്നുപോയി. അതുപോലെ തന്നെ ഈ 2 ആഘോഷങ്ങളെ പറ്റി റസൂലിനെ പഠിപ്പിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ ഈ റബീഉൽ അവ്വലും കൂടെ അതിലേക്ക് ചേർക്കാൻ അള്ളാന്റെ റസൂൽ വിട്ടുപോയി എന്നാണോ? അങ്ങനെയാണെങ്കിൽ അവസാനമാക്കപ്പെട്ട ഇറക്കപ്പെട്ട അൽയൗമ അക്മൽതു ലക്കും ആ ആയത്തിന്റെ അർത്ഥം പൂർണ്ണമാകുമോ? ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കിയ എന്താണ്? നിങ്ങൾക്ക് ഖുർആനും ഹദീസും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറയല്ല, പഠിക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം. നിങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നിസ്കാരത്തിൽ തക്ബീർ മുതൽ സലാം വരെയുള്ള കാര്യങ്ങൾ, നോമ്പ്, എല്ലാ കാര്യം ഖുർആനിൽ ഇങ്ങനെ 1-ാമത്തെ ആയത്തിൽ ഇതാ നിസ്കാരം, ളുഹർ നിസ്കാരം എങ്ങനെയാണ്, അസർ നിസ്കാരം എങ്ങനെയാണ്, മഗ്‌രിബ് നിസ്കാരം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ പിന്നെ ഫിഖ്ഹിന്റെ കിതാബ് പറയുന്നവരെ ഉദു മുറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ, ഇതൊക്കെ ഇങ്ങനെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വിളിച്ചിട്ട് ഉദു മുറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് റബീഉൽ അവ്വൽ മാത്രം ഒഴിവാക്കി എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ച്. അങ്ങനല്ല എന്റെ പൊന്നാര സുഹൃത്തെ. നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ നോക്കിയിട്ട് നിസ്കാരം 5 വക്താന്ന് തെളിയിക്കാൻ കഴിയില്ല. അങ്ങട്ടല്ലേ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മക്ക് തന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ തല മുതൽ നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ നമുക്ക് ഖുർആൻ നിന്ന് കാണിച്ചു തരാൻ പറ്റും. ഇത് ഇല്ല. ആര്? പറഞ്ഞോ
റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഹദീസ് കാണിച്ചു തരാൻ പറ്റുമോ? തക്ബീറത്തുൽ ഇഹ്റാം, ആദ്യത്തെ നിസ്കാരത്തിന്റെ ഫർദ് 16 ആകുന്നു. ഒന്ന് നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞോ? നിസ്കരിച്ച് കാണിച്ചു തന്ന എവിടെ? ഇല്ല, നിസ്കരിച്ച് കാണിച്ചു തന്നത് ഇങ്ങനെ 14 പിന്നെ ഫർദുകളും പിന്നെ ഷർത്തുകളൊക്കെ ഇത് കാണിച്ചു തന്ന ഹദീസിൽ അങ്ങനെ കൊണ്ട് കിട്ടൂലെന്നാ പറഞ്ഞത്. അത് ഇതൊക്കെ മനസ്സിലാക്കിയ ആലിമീങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ വെച്ച് ഖനനം ചെയ്തെടുത്ത് ഇതാ നിസ്കാരം എങ്ങനെയാകുന്നു, നിസ്കാരത്തിന് ചർച്ച അങ്ങനെ അവരിങ്ങോട്ട് പറഞ്ഞോണ്ടാ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അല്ല ഹദീസ് നോക്കിയിട്ടാ ചെയ്യുന്നത് മനസ്സിലാക്കി നിങ്ങള്? അല്ല സുഹൃത്തെ, ഹദീസില് ഇങ്ങനെ നിങ്ങൾ ഒരു ഹദീസിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കാണുക അറിയോ? ഹദീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പിന്നെ ഇതാ ഫസാഹദുക്കും ഫല്ലത്തഫല്ല, ആരെടുത്തും കീഴ്വായി പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒതു എടുക്കട്ടെ, ഒരു ഹദീസ്. വേറെ ഹദീസ് നോക്കിയിട്ടുണ്ടാണ് മണമോ ശബ്ദമോ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒതു എടുത്താൽ മതി. അപ്പൊ ഇവൻ എന്താ ചെയ്യുക? ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു, മറ്റേ ഹദീസിൽ അങ്ങനെ പറയുന്നു. ഇങ്ങനെ ഹദീസുകൾ നോക്കുമ്പോൾ പല വൈരുദ്ധ്യം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ വെച്ചിട്ട് ആലിമീങ്ങളാണ് വിധി പറയുക. അല്ലെ നിങ്ങൾ വിചാരിച്ചതൊക്കെ മണിമണിയായി അങ്ങനെ പറഞ്ഞെന്ന് നിങ്ങൾ അങ്ങനെ ധരിച്ചു വെച്ചത് കൊണ്ടുള്ളൊരു പ്രശ്നം അങ്ങനല്ല. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രം റബീഉൽ അവ്വൽ 12 കാര്യം മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 1, 2, 3 പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് പഠിപ്പിച്ചെന്ന ആരാറിയോ? ഇമാമിങ്ങളാണ്. നിങ്ങൾക്ക് ഇമാമിങ്ങളെ വിടണമെന്നുണ്ടെങ്കിൽ നിസ്കാരം വിടേണ്ടി വരും, നിങ്ങൾക്ക് നോമ്പും വിടേണ്ടി വരും. അല്ലാതെ ഖുർആൻ നിങ്ങൾക്ക് ഏതെങ്കിലും മൗലവിമാർക്ക് പോട്ടെ, ഏതെങ്കിലും മൗലവി നിസ്കരിച്ചിട്ട് കാണിച്ചിട്ട് ഹദീസിന് വെച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കണ ഓതെടുക്കാൻ കഴിയൂല, ഓതുണ്ടാക്കാൻ കഴിയില്ല. കാരണം തല മുതൽ തുടർന്ന് ചോദിക്കും ഏതായത്തിലുള്ളത്, ഏതാ ഹദീസിലുള്ളത്. ഇത് ഷാഫി ഇമാം പഠിപ്പിച്ചെന്നോന്നുണ്ടല്ലേ, അനഫിമാവ് പഠിപ്പിച്ചെന്നോന്നുണ്ട. ഈ ഇമാമിങ്ങളെ തള്ളിയിട്ട് എവിടുക്ക പോവുക? ഈ ഖുർആനാന്നുള്ളതിന് തെളിവെന്താ? ഇമാമിങ്ങളാ. ഈ ഹദീസാണ് തെളിവെന്താ? ഇമാമിങ്ങളാ. ഈ 14 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാകൂല. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഖുർആൻ കിട്ടിയ അള്ളാഹ് നേരിട്ട് നമുക്ക് ഖുർആൻ ഇറക്കി തന്നതാണോ? ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വന്ന് നമുക്ക് ഹദീസ് കൈ തന്നതാണോ? നമ്മൾ നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. 14 നൂറ്റാണ്ടിന്റെ മുസ്ലിം പാരമ്പര്യത്തെ അടർത്തി മാറ്റാൻ, ഈ ചരിത്രത്തെ അതിൽ നിന്ന് പറിച്ചു ചെന്നാൽ നമുക്കൊരിക്കലും കഴിയുകയില്ല. സഹോദര, നല്ല മനസ്സ് വെച്ച് ചിന്തിക്കണം. ഇവരെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇമാമികളാണ് നമുക്ക് ഇസ്ലാം തന്നിട്ടുള്ളത്. അവരില്ലെങ്കിൽ നമുക്കില്ല, ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. നമ്മൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ അതാ ഇമാം പറഞ്ഞല്ലേ, ഇത് ഈ ഇമാം പറഞ്ഞല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 7 വയസ്സാകുമ്പോൾ ഖുർആൻ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. 10 വയസ്സായപ്പോഴേക്ക് 1,00,000-ഓളം വരുന്ന ഹദീസുകൾ മുഴുവനും കാണാതെ പഠിച്ചിട്ടുണ്ട്, സനദ് സഹിതം. ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അൽ മുവത്ത എന്ന് പറയുന്ന കിതാബ് 10 വയസ്സായപ്പോഴേക്കും കാണാതെ പഠിച്ചിട്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെല്ലുന്നത്. അങ്ങനത്തെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? അതേപോലെ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അത്രയും റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് ദീനിങ്ങനെ മധുരമായി തന്നിട്ട് പോ എന്ന് പറഞ്ഞ് പുറങ്കാലം കൊണ്ട് ചവിട്ടിയിട്ട് നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ, ഈ ഉമ്മത്തിന്റെ അവസാനത്തെ ഘട്ടത്തെ ആളുകൾ, പൂർവീകരായ ആളുകളെ ചീത്ത പറയുന്ന കാലം വന്നാൽ ഖിയാമത്ത് നാളായി എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സദഖത യാ റസൂലല്ലാഹ്. പൂർവികരായ സഹാബാക്കളെ കുറ്റം പറയില്ലല്ലോ ഇപ്പൊ വഹാബികൾ ചെയ്യുന്നത്. നിങ്ങൾ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്, 2നും ഞാൻ മറുപടി പറയും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം അറിയാതെ പറഞ്ഞു പോയി. മുജാഹിദുകള് റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പടച്ചോനെ തമ്പുരാനെ, ഞങ്ങളിതാ കുറ്റം പറയുകയാണ്, ഞങ്ങൾ കുറ്റം പറയാൻ നിയ്യത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോളന്നില്ല. പറഞ്ഞാൽ മതി. ഞാൻ വായിക്കാം. മുജാഹിദിന്റെ അൽമനാർ എന്റെ കൈവശമുണ്ട്. മുജാഹിദുകളുടെ അൽമനാറിൽ പറയുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ, ആ സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച താബിഉകൾ, ആ താബിഉകളെയും സ്വഹാബികളെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇതാ എന്റെ കയ്യിൽ അൽമനാറാണിത്. ഈ അൽമനാറിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടോളൂ, ഞാൻ വായിച്ചുതരാം. പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലാത്ത ഇസ്രായേലി കള്ളക്കഥകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് പകർത്തിയത്, കൊണ്ടുവന്നത്, പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ആരാണ് അതിന് നേതൃത്വം നൽകിയത് എന്നറിയോ? മുജാഹിദിന്റെ നേതാക്കൾ പറയുന്നത് കേട്ടോളൂ. മുജാഹിദിന്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന മൗലവി എഴുതിയിട്ടുള്ള ലേഖനമാണ്. അൽമനാറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്.
കണ്ടോ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ തമീമുദ്ദാരി, കഅബുൽ അഹ്ബാർ, വഹബ് ഇബ്നു മുനബ്ബഹ്, അബ്ദുല്ലാഹിബിൻ സലാം തുടങ്ങിയ ഒട്ടേറെ മഹാത്മാക്കൾ, സ്വഹാബികളും താബിഉകളും ഉൾപ്പെടുന്ന ആ മഹത്തുക്കളാണ് ഇസ്ലാമിലേക്ക് ഇല്ലാത്ത കള്ളക്കഥകൾ, ഇസ്രായേലി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചത്. എന്നിട്ട് പറയുന്നത് എന്താ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇത് ചോദിച്ചു. അതിന് പള്ളി മിനാരങ്ങൾ, മിഹ്റാബുകൾ, പള്ളികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു, മിമ്പറുകൾ. പക്ഷെ ഉമറുൽ ഫാറൂഖ് സമ്മതം കൊടുത്തില്ല. അങ്ങനെ ഉമറുൽ ഫാറൂഖിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അവർക്ക് ഒരു നേരം, ആഴ്ചയിൽ ഒരിക്കൽ ഈ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ പള്ളി മിമ്പറുകൾ അവർ ഉപയോഗപ്പെടുത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിൽ ഇല്ലാത്ത പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇസ്ലാമിൽ പ്രചരിപ്പിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി സമ്മതം കൊടുക്കുകയും, അങ്ങനെ സമ്മതം കൊടുത്തതിന്റെ ശേഷം ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ സലാം ഉൾപ്പെടെയുള്ള ഞാൻ ഈ എണ്ണി പറഞ്ഞ കക്ഷികൾ, മഹാത്മാക്കൾ, സ്വഹാബികളും താബിഉകളുമായ മഹത്തുക്കൾ, അവരാണ് ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് എഴുതിയിട്ടുള്ളത് ആരാ? മുജാഹിദിന്റെ മുഖപത്രം അൽമനാറാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തിരിയും. മുജാഹിദുകൾ പറഞ്ഞു എഴുതിയ, ഇന്നും ഇയാൾ മരിച്ചിട്ടില്ല, എഴുതിയ മൗലവി അറിയോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾക്കറിയണോ? മുജാഹിദുകൾ, കേരളത്തിലെ മുജാഹിദിന്റെ തലതൊട്ടപ്പനായ മൗലവി എഴുതിയതാണ് ജുമുഅ ഖുതുബ എന്ന ഈ പുസ്തകം. ഇതിൽ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ നിങ്ങൾ പിൻപറ്റണം. മറ്റൊരു ഹദീസിൽ കാണാ അള്ളാന്റെ റസൂൽ പറഞ്ഞു, മൻ യഈശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായാന്തരങ്ങൾ കാണും. നിങ്ങൾ എന്തു ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തും സച്ചരിതരായ സ്വഹാബത്തിന്റെ സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താണ്? അവരുടെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിൽ, ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. അവർ പറയുന്നത് എന്താണ്? ഖുലഫാഉർ റാഷിദുകളുടെ വീക്ഷണങ്ങൾ പോലും കേരളത്തിലെ മുജാഹിദുകൾക്ക് തെളിവായി അംഗീകരിക്കാൻ കഴിയില്ല. മുജാഹിദിന്റെ സംസ്ഥാന പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദുകളെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. മുജാഹിദ് പറയുന്നത് എന്താ? കേരളത്തിലെ മുജാഹിദുകൾക്ക് അത് പിടിക്കാൻ കഴിയില്ല, ഞങ്ങൾ അത് തെളിവായി അംഗീകരിക്കൂല. മനസ്സിലായോ? വേറൊരു മൗലവി, എം ടി അബ്ദുറഹ്മാൻ മൗലവി എഴുതുന്നത് എന്താ? ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ ഇതിൽ പറയുന്നത് എന്താ? കേരളത്തിലെ മുസ്ലിയാക്കൾ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല. സഹാബത്തിനെ ചീത്ത പറയാ, സഹാബത്തിനെ കുറ്റം പറയാൻ നേരം എന്താ? സഹാബത്തെ നിങ്ങളൊക്കെ കുറ്റക്കാരാകുന്നു ഇങ്ങനെ വിളിച്ചു പറയല. നിങ്ങളെ ഞാൻ കുറ്റം പറയാൻ നിയത്ത് വെച്ചു, നിയത്ത് വെച്ച് പറയേണ്ട. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവർ സത്യവാന്മാരാണ്, മഹ്ദിയീങ്ങളാണ്, ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവരാണ്, സച്ചരിതരാണ്. മുജാഹിദ് പറയുന്നു, ഞങ്ങൾ അവരെ സ്വീകരിക്കൂല. ഇതിലും വലിയ അപരാധം എന്താ സഹോദര? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പറഞ്ഞല്ലോ ഈ ആയത്തെ, ഈ അവസാന കാലഘട്ടത്തിൽ ഖുർആനും ഈ സുന്നത്തും മുറുകെ പിടിച്ച് റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ച് ജീവിച്ച പേക്കൂലാന്ന്. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ്? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ എന്താണ്? ഏത്? സഹാബത്തിനെ മുജാഹിദ് കുറ്റം പറയുന്നു എന്നപ്പ ഞാൻ പറഞ്ഞു. അതൊക്കെ മനസ്സിലായോ? അത് മനസ്സിലാട്ടെ, അത് മനസ്സിലായി. അത്ര എന്റെ ഉദ്ദേശമുള്ളൂ. ഇനി ഞാൻ ബാക്കി രണ്ടാമത്തെ ചോദ്യത്തിന് കൂടി മറുപടി പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി പറയാം. സഹാബത്തിനെ കുറ്റം പറയുന്നു, എവിടെ? ഒരു മുജാഹിദ് കുറ്റം പറഞ്ഞില്ലല്ലോ. 3 ഉദ്ധരണിയാ വായിച്ചത്. ഇനി പറയുകയാണെങ്കിൽ ഇനിയും വായിക്കും. വേറെങ്ങൾ ഞാൻ നിർത്തുകയാണ്. നമുക്ക് നിയമം അനുവദിച്ച സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം, സഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദ് ഓതിയിട്ടില്ല നിങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞു. ഞാനിതാ പറയുന്നു, ഓതിയിട്ടുണ്ട്. കേട്ടോളൂ. ബഹുമാനപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കേൾക്കണം നിങ്ങൾ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ബൈത്തി ആമിറുൽ അൻസാരി. ഇത് കനപ്പെട്ട ഒരു തെളിവാണ് പറയുന്നത്, ശ്രദ്ധിക്കണം നിങ്ങൾ. ആമിറുൽ അൻസാരി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. റസൂൽ പോയപ്പോ ഞാനും പോയി. ആരാ പറയുന്നത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അവിടെ ചെന്ന് നോക്കിയപ്പോ എന്താ ചെയ്യുന്നത് എന്നറിയോ? ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകുടുംബാദികളെയും വേണ്ടപ്പെട്ടവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിൽ നടന്ന സംഭവങ്ങൾ, നമ്മൾ പറയും മൗലിദ് എന്ന് പറയും. വഖാഇയ വിലാദത്തിഹി എന്ന, വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം നടന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അതന്നെ നമ്മളെ മൗലിദിലുള്ളത്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. റസൂൽ ജനിച്ചപ്പോഴുള്ള അത്ഭുതങ്ങളാണ് നമ്മുടെ മൗലിദിലും പറയുന്നത്. അതുപോലെ ആമിറുൽ അൻസാരി തങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അതായത് മൗലിദ് ഓതുകയാണ്. ആരുടെ? സഹാബത്തിന്റെ മുന്നിൽ കൂട്ടുകുടുംബാദികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്റെ വീട്ടിൽ വെച്ച് മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നു. ആ സദസ്സിലേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് സദസ്സിലേക്ക് അങ്ങെത്തിയപ്പോൾ ആമിറുൽ അൻസാരി തന്റെ മൗലിദ് പരിപാടി നിർത്തുന്നില്ല. മഹാനവറുകൾ അവിടെ കൂടിയ ആളുകളെ വിളിച്ചു പറയുന്നു, ഹാദാ അൽയൗം, ഹാദാ അൽയൗം. മക്കളെ, റസൂല് പ്രസവിച്ചപ്പോ കുറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ദിവസം ഇന്നാണ് മക്കളെ, ഇന്നാണ്. റസൂല് ജനിച്ച ആ ദിവസത്തിൽ തന്നെ അവിടെ വെച്ച് സ്വഹാബത്ത് മൗലിദ് ഓതുന്നു. ഹാദാ അൽയൗം, ഹാദാ അൽയൗം. ഇന്നാണത്, ഈ ദിവസത്തിലാണ് ആ സംഭവം നടന്നത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ജന്മദിനത്തിൽ മൗലിദ് ഓതുന്നു. ഇത് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞത്? അത് തെറ്റാണ്, നരകത്തേക്കാണ്, മിണ്ടി പോകരുത് എന്നാണോ? അല്ലേ, അല്ല. ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മാ. ആമിറേ, നിനക്ക് അല്ലാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തന്നിരിക്കുന്നു. മലക്കുകൾ മുഴുക്കയും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. മാത്രമല്ല, ഭാവിയിൽ മൗലിദ് ഓതുന്ന നമ്മളെപ്പോലോത്ത ആളുകൾക്ക് പ്രചോദനമായി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫമൻ ഫഅല ഫഅലക നജാ നജാതക. അതുകൊണ്ട് ആമിറേ, നീ ഓതിയതുപോലെ ചെയ്തതുപോലെ ആര് ചെയ്താലും നജാ നജാതക, നീ വിജയിച്ചതുപോലെ അവരും വിജയിച്ചിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് ഇതാ പറയുന്നു. ജന്മദിനത്തിൽ റസൂലുള്ള ജനിച്ച ദിവസം തന്നെ സ്വഹാബത്ത് മൗലിദ് ഓതുന്നു. ഹാഫിദ് അബുൽ ഖത്താബ് ഇബ്നു ദിഹ്യ തന്റെ കിതാബ് അത്തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ എന്ന കിതാബിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു, ഈ സംഭവം ഉദ്ധരിക്കുന്നു. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ ജന്മത്തോടനുബന്ധിച്ച് മൗലിദ് ഓതിയിട്ടില്ല, അവർ റസൂൽ ഓതിയിട്ടില്ല, റസൂൽ ഇത് അറിഞ്ഞിട്ടില്ല. 23 വർഷക്കാലമായിട്ട് റസൂലിന് പരിചയമില്ല, റസൂൽ എന്തേ അത് പഠിപ്പിച്ചു കൊടുത്തില്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ട്, റസൂൽ അത് അറിഞ്ഞിട്ടുണ്ട്, റസൂൽ അത് കണ്ടിട്ടുണ്ട്, റസൂൽ അത് കേട്ടിട്ടുണ്ട്. റസൂലുള്ള നിരോധിച്ചിട്ടില്ല. മൗലിദ് ഓതിയ ആൾക്ക് വേണ്ടി റസൂൽ പ്രാർത്ഥിക്കുന്നു. അത് ചെയ്തവൻ വിജയിക്കുമെന്ന് റസൂൽ പഠിപ്പിക്കുന്നു. ഇതാ സുന്നികളായ ഞങ്ങളെ തെളിവ്. മനസ്സിലായോ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. എല്ലാ വർഷവും ചെയ്യേണ്ട, ഒരു വർഷം ചെയ്താൽ, ഒരു ദിവസം തന്നെ ചെയ്താൽ നമുക്ക് തെളിവാ. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങളെ പോക്കറ്റിൽ നിർത്താണ്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ജന്മദിനത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. 100 വട്ടം ചെല്ലണമെന്നും ചെയ്യില്ല. അതൊക്കെ നിങ്ങളെ പൊട്ടപ്പുറത്തിനാണ്. ദീനിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയാത്തത് കൊണ്ട്, നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മൗലവിമാർക്ക് ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണ്. ഇത് റസൂൽ ഒരിക്കൽ ചെയ്താൽ മതി. എല്ലാ കൊല്ലം ചെയ്തിട്ടുണ്ടോ നോക്കിങ്ങൾ? റസൂൽ ചെയ്തു, സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്തു എന്നാണ് മൂപ്പർ ചോദ്യം. ഇതപ്പോ എല്ലാ കൊല്ലം ചെയ്തോ? എന്താ ഇതിലൊക്കെ? ഇത് ഊളമ്പാറിക്ക് ഇയാളല്ല, അയാൾക്ക് പഠിപ്പിച്ചെന്ന മൗലവിയെ പറഞ്ഞേക്കണം. ആ ജാതി വർത്താനാണ്. ഇസ്ലാമിലെ സുന്നത്ത് ഒരിക്കൽ സ്ഥിരപ്പെട്ടാൽ മതി സഹോദര. 100 വട്ടം ചെയ്യണമെന്നുണ്ടോ?
ഒരാളെ ഉളു മുറിഞ്ഞു, പിന്നെ ഉളു മുറിയ, ഇനി ഒരിക്കലും മുറിയട്ടെ, ഇനി മുറിയട്ടെ, ഇനി മുറിയട്ടെ, 101 ആവർത്തിക്കണം എന്നുണ്ടോ ഇത് മുറിയണമെങ്കിൽ? എവിടുന്ന് അതൊക്കെ ദീന് പഠിക്കണ്ടേ? അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഇത്രയും സമയം നമ്മൾ വളരെ ദീർഘമായ സമയം അൽഹംദുലില്ലാ 12 മണിയോളമായി നിയമപാലകരുടെ വളരെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം നീണ്ടുപോയിട്ടുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ ഇത് സഹായകമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നമ്മളോട് പൊടുന്നനെ എടുത്തു ചാടിയവരും അല്ലെങ്കിൽ സദസ്സിൽ വെച്ച് സമ്മതിച്ചിട്ടില്ലാതെ ഇടക്ക് പോയിട്ടുള്ളവർക്കൊക്കെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അവർ നന്നായി ചിന്തിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് അവർ